വണക്കം. എല്ലാവർക്കും നമ്മളുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റേൺ കംപ്ലീഷൻ ആണ്. ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ് നമ്മൾ ഇന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ആദ്യ ചോദ്യം, എന്താണ് പാറ്റേൺ കംപ്ലീഷൻ എന്നും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദിസ് സീരീസ്? നമുക്കൊരു ടേം, കുറച്ച് സീരീസ് തന്നിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണ്. 1/4, 1/8, 1/13, 1/19, 1/26, 1/34. ആൻഡ് ദ നെക്സ്റ്റ് സീരീസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് 1/45, 1/44, 1/42, 1/43. അപ്പോ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. ഹായ് കൃഷ്ണേന്ദു, ഹായ് ലക്ഷ്യ, ഹായ് ആദിദേവ്. അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആൻസർ? പ്ലീസ് കമന്റ് യുവർ ആൻസേഴ്സ്. ആരാണ് നമ്മളുടെ ഏറ്റവും ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ ആൻസർ ശരിയായി പറയുന്നത് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഏതാണ്ട് ആൻസർ വന്നു. ജലജിക്ക് ക്ലിയർ അല്ല. ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് ബാക്കിൽ പോയിട്ട് തിരിച്ചു വരിക. ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് പോയിട്ട് തിരിച്ചു വരിക. ഓക്കെ, ഹായ് ജുവൽ. ജുവലാണ് ആദ്യം ആൻസർ പറഞ്ഞത്. റയാൻ ആൻസർ പറഞ്ഞു. അപ്പോ നമ്മള് ഉത്തരം നോക്കാൻ പോവുകയാണ്. ക്ലാരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടോ? എല്ലാവർക്കും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ ഒരാള് ഡി ആണോ എന്ന് സംശയം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഫ്രാക്ഷൻ എന്ന് മാം എന്ന് പറയാം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാത്തിനെയും നമുക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് വിളിക്കാം. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് വിളിക്കുന്നു. PA നമുക്ക് വിളിക്കാൻ പറ്റുന്നത് എന്താണ്? PA ന്യൂമറേറ്റർ എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ അംശം എന്ന് പറയുന്നു. ക്യൂവിനെ വിളിക്കുന്നത് ഡിനോമിനേറ്റർ എന്നാണ്. മലയാളത്തില് ഛേദം എന്ന് പറയുന്നു. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ക്യൂ ഒരിക്കലും 0 ആകരുത്. ക്യൂ 0 ആകുന്നത് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് അതിന്റെ ആൻസർ അറിയില്ല. ഇനി P 0 ആയാലോ? 0/5, 0/100, 0/200, 0/1000. ഇതിന്റെ എല്ലാം വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂമറേറ്ററിൽ 0 ആണെങ്കിൽ നമ്മുടെ ആൻസർ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സീരീസ് ആണ്, എന്തോ ഒരു ബന്ധമുണ്ട്. മുകളിലെല്ലാം ഒന്നാണ് അല്ലെ? താഴത്തെ ആള് 4ആണ്. 4 കൂടുമ്പോൾ 8 കിട്ടി. 5 കൂടിയപ്പോൾ 13 കിട്ടി. ഇനി നമ്മൾ 6 കൂട്ടിയപ്പോൾ 19 കിട്ടി. 7 കൂടിയപ്പോൾ 26 കിട്ടി. 8 കൂടിയപ്പോൾ 34 കിട്ടി. ഇപ്പൊ 4, 5, 6, 7, 8. അടുത്ത ആരെ കൂട്ടണം? 9 കൂട്ടണം. 9 കൂടുമ്പോൾ എന്ത് കിട്ടും? 43 ആണ് കിട്ടുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. മെജോറിറ്റിയുടെ ആൻസർ ശരിയാണ്. അപ്പൊ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആരാണ്? ഏഞ്ചൽ ആണ്. കൺഗ്രാറ്റ്സ് ഏഞ്ചൽ. ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞത് ജുവല അല്ലേ? ഓക്കെ, സി ആണ്. ക്ലിയർ ആണ്. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? എല്ലാവർക്കും ആൻസർ മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ആൻസർ പിടികിട്ടി? ആൻസർ മനസ്സിലായ എല്ലാവരും ഇമോജീസ് ഇടണം. ആൻസർ മനസ്സിലായ എല്ലാവരും ഇമോജീസ് ഇടണം. എന്താണ് ഫ്രാക്ഷൻ എന്ന് മാം പറഞ്ഞു. ഭിന്നസംഖ്യ എന്നാണ് മലയാളം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാത്തിനും നമുക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. 5/8, 10/22, 30/527, 4/12, ഇങ്ങനെ പലതും നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ക്യൂ എന്താവരുത്? 0 ആകരുത്. ക്യൂ 0 ആയാൽ അതിനെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്നു. ഇൻഫിനിറ്റി, അനന്തമായി പോകുന്നു, എന്താണെന്ന് അറിയില്ല എന്നൊരർത്ഥം. ഇനി ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ആൻസർ 0 ആണ്. അപ്പൊ ഇവിടെ 4 കൂടി 5 കൂടി 6 കൂടി 7 കൂടി 8 കൂടി 9 അടുത്ത കൂട്ടാം. അപ്പൊ നമുക്ക് ആൻസർ 1/43 എന്ന് കിട്ടി.
ക്ലിയർ ആണ്? ഇമോജീസ് ഇടുന്നില്ല. ഇമോജീസ് ഇട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ പറ്റൂ. എല്ലാവരും ഇമോജീസ് ഇടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ പറയാൻ പോവുകയാണ്. വെയിറ്റിംഗ് അല്ലേ? എല്ലാവർക്കും ആൻസർ, അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹമില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം അടുത്ത ചോദ്യം പറയാൻ പോകുന്നത് ആരാണ്? ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു ഫിഗർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ, നാലാമത്തെ ഫിഗർ, അഞ്ചാമത്തെ ഫിഗർ. നെക്സ്റ്റ് ഫിഗർ ഏതാണ്? ഫ്രം ദി ഓപ്ഷൻ യു ക്യാൻ ടേക്ക് യുവർ റൈറ്റ് ആൻസർ. കൺഗ്രാറ്റ്സ് ലിജി, ആൻസർ കറക്റ്റ് ആയി കിട്ടി. ഒരുപാട് പേര് ആൻസർ കറക്റ്റ് ആയി പറഞ്ഞു. ജീവാന്തിക കറക്റ്റ് ആയി പറഞ്ഞു. അഭിരാമി കറക്റ്റ് ആയി പറഞ്ഞു. അന്ന പറഞ്ഞു. റയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് റീനയാണ്. അഭിരാമി ബി പറയുന്നു. റീന ഡി ആണ് പറഞ്ഞത്. ഹായ് ജോബിൻ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാനൊന്ന് കാണിക്കുന്നത്. 1/4 എന്നാണ്. അടുത്തത് 1/8 എന്നാണ്. അപ്പൊ 4ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 8 കിട്ടിയത്. ഇനി 8ന്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 13 കിട്ടിയത്. അടുത്ത നമ്പർ 13 ആയി. 13ന്റെ കൂടെ 6 കൂട്ടിയപ്പോഴാണ് 19 കിട്ടിയത്. അടുത്ത നമ്പർ 19. 19ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 26 കിട്ടിയത്, 26. ഇനി 26ന്റെ കൂടെ 8 കൂട്ടിയപ്പോൾ 34 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ 34ന്റെ കൂടെ ഇവിടെ 4 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്, 7 ആണ്, 8 ആണ്. എങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? നമ്മുടെ നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ. അപ്പോ ഇത് കൂട്ടുമ്പോൾ നമുക്ക് 43 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 1/43. ഇതാണ് ക്വസ്റ്റ്യൻ. 4, 8, 13, 19, 26, 34. അടുത്തത് 9 കൂട്ടി നമ്മുടെ ആൻസർ 43. എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇപ്പോൾ ബി ആണ് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ വട്ടം പോലുള്ള സംഭവം ഈ സൈഡിലാണ് വന്നത്. നെക്സ്റ്റ് ഇത് തൊട്ടടുത്ത പൊസിഷനിലേക്ക് മാറി. അടുത്ത ഫിഗറിൽ അടുത്ത പൊസിഷനിലേക്ക് പോയി അല്ലെ? നമുക്ക് ഈ ഒരു ചതുരമാണ് എല്ലായിടവും. 1, 2, 3, 4 എന്ന് വിളിച്ചാൽ ആദ്യ പൊസിഷൻ 1, അടുത്തതിൽ രണ്ടാമത്തെ പൊസിഷൻ, അടുത്തതിൽ മൂന്നാമത്തെ പൊസിഷൻ, അടുത്തത് നാലാമത്തെ പൊസിഷൻ. എങ്കിൽ നമുക്ക് ഇനി എവിടെ വെക്കണം? ഒന്നാമത്തെ പൊസിഷനിൽ തിരിച്ചു വെക്കേണ്ടേ. ഇത് ഒന്നാമത്തെ പൊസിഷനിൽ ഈ സർക്കിൾ ഇരിക്കണം. ഇവിടെ ഒന്നാമത്തെ പൊസിഷനിൽ സർക്കിൾ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ബി. ക്ലിയർ ആണ്? ഇനി ഒരാള് ഈ യെല്ലോ കോളമാണ് നോക്കുന്നെങ്കിൽ അങ്ങനെയും നോക്കാം. ഒന്നാമത്തെ പൊസിഷനിൽ ഇവിടെ ഇതാണ്, രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്നു, മൂന്നാമത്തെ പൊസിഷനിലേക്ക് വന്നു, നാലാമത്തെ പൊസിഷനിലേക്ക് വന്നു, അടുത്തത് ഇത് ഈ സൈഡിൽ വരണം. അപ്പൊ ഈ സൈഡിൽ ഇതില്ല, ഈ സൈഡിൽ യെല്ലോ ഇല്ല, ഈ സൈഡിൽ യെല്ലോ ഇല്ല, ഈ സൈഡിലാണ് യെല്ലോ. അപ്പൊ ഇതാണ് ആൻസർ. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഫിഗർ, ഏതെങ്കിലും ഒരു സാധനം നമുക്ക് നോക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്താൻ സാധിക്കും. ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പോ ഞാൻ നോക്കട്ടെ. ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞത് ആരാണ്? അഭിരാമിയാണ് ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞത്. കൺഗ്രാറ്റ്സ് അഭിരാമി. ആദ്യ ക്വസ്റ്റ്യനിൽ ഏറ്റവും ആദ്യം ഏഞ്ചൽ ജുവലാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അഭിരാമി ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ കൺഗ്രാറ്റ്സ്. ഓക്കെ, ജോബിഷിന് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ജോബിഷ് ഒരു കമന്റ് ഇടണം. ജോബിഷ് ഒന്ന് കമന്റ് ഇടണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ്. ബി അല്ലേ ആൻസർ? എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും ആദ്യ ആൻസർ പറയുന്നത് ആരാണ് എന്ന് നമ്മൾ നോക്കും. ഹൗ മെനി ബ്ലോക്സ് വിൽ ബി ദെയർ ഇൻ ദി നെക്സ്റ്റ് ഫിഗർ? ആദ്യത്തെ ഫിഗർ ഇത് 2, 3, 4. ഇനി ഒരു ഫിഗർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എത്ര ബ്ലോക്സ് ഇതിനകത്ത് ഉണ്ടാകും? ഓക്കെ, അപ്പൊ ജോബിഷ് ഇപ്പൊ ആൻസർ പറഞ്ഞു. ഓക്കെ, ഏഞ്ചലാണ്. ഏഞ്ചല് ബി പറഞ്ഞു. ബി മനസ്സിലായി? ഏഞ്ചലിന് മനസ്സിലായി? ഓക്കെ,
അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ആര് എന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പറയണം. മാം എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരും. എല്ലാവർക്കും ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം വന്നത് എന്ന് മനസ്സിലാകണം. എങ്കിലേ നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ ആൻസേഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത് ജുവലാണ്. ജുവൽ പറഞ്ഞപ്പോ തന്നെ ഹന്നെ ആൻസർ പറഞ്ഞു. ബി തന്നെ സെയിം, വളരെ ഫാസ്റ്റ് ആയിട്ട് രണ്ടുപേർ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. പ്രിയ എ ആണ് പറയുന്നത്, റയാൻ എ ആണ് പറയുന്നത്, ജിഷിൻ. അപ്പൊ ബാക്കി കുറച്ചു പേര് എയും പറയുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ. ആദ്യ ഫിഗറിൽ ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. ഞാൻ ബ്ലോക്ക് ഒന്ന് എണ്ണി, എനിക്ക് എത്ര ബ്ലോക്ക് കിട്ടി? 1. രണ്ടാമത്തെ ഫിഗർ ഞാൻ ബ്ലോക്ക് എണ്ണുകയാണ്, എനിക്ക് 3 ബ്ലോക്ക് കിട്ടി. അടുത്ത ഫിഗറിൽ ഞാൻ ബ്ലോക്ക് എണ്ണുകയാണ്, എനിക്ക് എത്ര ബ്ലോക്ക് കിട്ടി? 6 ബ്ലോക്ക് കിട്ടി. അടുത്ത ഫിഗറിൽ ഞാൻ വീണ്ടും ബ്ലോക്ക് എണ്ണുകയാണ്, അപ്പോ എനിക്ക് എത്ര ബ്ലോക്ക് കിട്ടി? 10 ബ്ലോക്ക് കിട്ടി. കിട്ടിയല്ലോ. അപ്പൊ ആദ്യ ഫിഗറിൽ 1, അടുത്ത ഫിഗറിൽ 3, അടുത്ത ഫിഗറിൽ 6, അടുത്ത ഫിഗറിൽ 10. ഇനി എത്ര ബ്ലോക്ക് വേണം? അപ്പൊ 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3 കിട്ടി. 3ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. 6ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. അപ്പൊ 2, 3, 4. അടുത്ത ആൾ ആരാണ്? 2, 3, 4 ആണെങ്കിൽ 5 കൂട്ടണ്ടേ? അപ്പൊ എന്റെ ആൻസർ എന്താണ്? 15 അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ബ്ലോക്കുകൾ വരയ്ക്കുകയാണെങ്കിൽ എത്ര ബ്ലോക്കുകൾ വരയ്ക്കണം? ഇങ്ങനെ 15 ബ്ലോക്കുകൾ ഞാൻ ഇങ്ങനെ എണ്ണി കൃത്യമായി വരയ്ക്കണം. എത്ര ബ്ലോക്കുകൾ വരയ്ക്കണം? 15 ബ്ലോക്കുകൾ ഞാൻ ഇങ്ങനെ എണ്ണി കൃത്യമാക്കി ഇങ്ങനെ വരച്ചു പോകണം. അപ്പൊ എന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇപ്രാവശ്യം ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞത് പ്രിയ ആണോ? ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞത് 15 എന്ന ആൻസർ റയാൻ എ പറഞ്ഞിരുന്നു അല്ലെ? എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ? ഓക്കെ, പ്രിയ ആണ് ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത്. പ്രിയല്ലേ ആൻസർ എ പറഞ്ഞത്? കൺഗ്രാറ്റ്സ് പ്രിയ. അത് കഴിഞ്ഞ് റയാൻ പറഞ്ഞു എ ആണ് എന്ന്. കൺഗ്രാറ്റ്സ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, എല്ലാവർക്കും പിടികിട്ടി? ഓക്കെ, ഒന്നുകൂടി പറയാലോ. എല്ലാരും ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ ബ്ലോക്കുകൾ എണ്ണുകയാണ്. ആദ്യത്തെ ഫിഗറിൽ എത്ര ബ്ലോക്ക് ഉണ്ട്? 1. അടുത്തതിനകത്ത് 1, 2, 3. അപ്പൊ ആദ്യത്തെ ഫിഗറിൽ 1 ബ്ലോക്ക്, അടുത്തതിൽ 3 ബ്ലോക്ക്. 1, 2, 3, 4, 5, 6. അടുത്തതിൽ 6 ബ്ലോക്ക്. നമ്മൾ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ചെറിയ ചതുരക്കട്ടയാണ് നമ്മൾ ഈ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി 1 ബ്ലോക്ക്, 2 ബ്ലോക്ക്, 3 ബ്ലോക്ക്, 4 ബ്ലോക്ക്, 5 ബ്ലോക്ക്, 6, 7, 8, 9, 10. കണ്ടോ? ഈ ഓരോ ചതുരക്കട്ടയുമാണ് നമ്മൾ ഈ എണ്ണി എടുക്കുന്നത്. ഓരോ കുഞ്ഞു കട്ടകളെയാണ് നമ്മൾ ഈ എണ്ണി പറയുന്നത്. അപ്പോൾ ആദ്യത്തേനകത്ത് 1 ബ്ലോക്കാണ്, രണ്ടാമത്തേനകത്ത് 3 ബ്ലോക്കാണ് അല്ലെ? അടുത്തതിനകത്ത് 6 ബ്ലോക്കാണ്. ഇനി നമുക്ക് വരുന്നത് 10 ബ്ലോക്കാണ്. ക്ലിയർ ആണ്? ആദ്യത്തേനകത്ത് 1 ബ്ലോക്കാണ്. ഡൗട്ട് ഉണ്ടോ ഇത്രയും? അടുത്തത് 3 ബ്ലോക്കാണ്. ഇനി 10 ബ്ലോക്കാണ്. നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 3 കിട്ടിയത്. അപ്പോൾ നമുക്കാണ് 3 കിട്ടിയത്. അതുകൊണ്ടാണ് 1 കഴിഞ്ഞ് 2 എണ്ണം കൂട്ടിയിട്ടാണ് ഈ 3 എന്ന് പറയുന്ന ബ്ലോക്ക് വരച്ചു വെച്ചേക്കുന്നത്. ഇനി 3ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 6 എന്ന് പറയുന്ന ബ്ലോക്ക്. അപ്പോൾ 1ന്റെ കൂടെ ഒരു 2 കൂട്ടി, എന്നിട്ട് 3 ബ്ലോക്ക് വരച്ചു. ഒരു 3 കൂടെ കൂട്ടിയിട്ട് 6 ബ്ലോക്ക് ഫിഗർ വരച്ചു. ഇനി 6ന്റെ കൂടെ 4 കൂട്ടിയിട്ടാണ് 10 എന്ന് പറയുന്ന ഈ ഫിഗർ വരച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ 2, 3, 4. അടുത്ത എന്ത് കൂട്ടണം? 5 കൂട്ടണം. അപ്പൊ 10ന്റെ കൂടെ 5 കൂട്ടിയാൽ 15 ബ്ലോക്കിന്റെ ഫിഗർ ആണ് ഇനി വരയ്ക്കേണ്ടത്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും മനസ്സിലായോ? ജലജ പിടികിട്ടിയോ? പിടികിട്ടി. ഇപ്പൊ പിടികിട്ടിയോ? ജലജയ്ക്ക് മനസ്സിലായോ? അതുപോലെ വേറെ ആരോ ചോദിച്ചിരുന്നു,
ശിവനന്ദൻ പറഞ്ഞു ഒന്നും കൂടി പറയാമോന്ന്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയവരെല്ലാം ഇമോജീസ് ഇടണേ. ക്ലിയർ ആയവരെല്ലാരും ഇമോജീസ് ഇടുക. ഓക്കെ ആണ്. ഓക്കെ ആണ്. അടുത്തത് പറയാം. ക്ലിയർ ആയവരെല്ലാം ഇമോജീസ് ഇട്ടാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയത്തില്ലേ? എല്ലാവർക്കും ഇത്രയും മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ഫിഗർ ക്വസ്റ്റ്യൻ കണ്ടു. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു. ഇനി നമ്മൾ അടുത്തതും ഒരു ബ്ലോക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി there will be dash blocks in the next figure. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അടുത്ത ഫിഗറിൽ എന്താണ്? ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അടുത്തത് പറയാൻ പറ്റും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ശിവാനന്ദൻ ക്ലിയർ ആയി. ഓക്കെ ക്ലിയർ ആയി. ഷൗഹാൻ ക്ലിയർ ആയി. ഹായ് ഏഞ്ചൽ ക്ലിയർ അല്ലേ? ഏഞ്ചല, അഭിരാമി ഇപ്പൊ നെറ്റ് കിട്ടുന്നുണ്ടല്ലോ. ഹന്ന ക്ലിയർ ആണ്. ജുവൽ ആൻസർ ബി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ഏറ്റവും ഫാസ്റ്റ് ആയി. ഇവിടെ ആദ്യത്തെ ഇന്നത്തെ ആൻസർ പറഞ്ഞത് ജുവലാണ്. പിന്നെ അഭിരാമി പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രിയ ആണ് നമ്മുടെ ആൻസർ കറക്റ്റ് ആയി പറഞ്ഞത്. ഇപ്പൊ 3 ക്വസ്റ്റ്യനിൽ 3 പേരാണ്. അപ്പൊ അടുത്തത് ഇപ്രാവശ്യം ജുവലാണ് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത്. 15 എന്നാണ് പ്രിയ പറഞ്ഞത്. ഏഞ്ചൽ 20 എന്ന് പറഞ്ഞു. ശിവനന്ദൻ ബി പറഞ്ഞു. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ്. എയും ബിയും 15ഉം 21ഉം ഒക്കെ വരുന്നുണ്ട്. മുമ്പിലത്തെ ആൻസർ ആണ് 15 പറഞ്ഞത്. ഓക്കെ ഇപ്പൊ കഴിഞ്ഞ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആദ്യത്തെ ബ്ലോക്കിൽ 1 ഉള്ളൂ അല്ലെ? 1. അടുത്ത ബ്ലോക്കിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 3. അടുത്ത ബ്ലോക്ക് 1 2 3 4 5 6. ഇനിയോ 1 2 3 4 5 6 7 8 9 10. 10 അല്ലേ? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എണ്ണേണ്ട പോലും കാര്യമില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത്ര എണ്ണി നമ്മളുടെ സമയം കളയേണ്ട കാര്യമില്ല. കാര്യം എക്സാമിന് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ വേണം. അപ്പോൾ 1, അത് കഴിഞ്ഞ് 3 വന്നേക്കുന്നു, 6 വന്നു, 10 വന്നു, 15 വന്നു. അടുത്ത നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 1 കഴിഞ്ഞ് 2 കൂട്ടിയപ്പോഴാണ് 3 കിട്ടിയത്. 3ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്. 6ന്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 10 കിട്ടിയത്. 10ന്റെ കൂടെ എന്ത് കൂട്ടണം? 2 3 4 കഴിഞ്ഞ 5 കൂട്ടണം 15. മുമ്പത്തെ ക്വസ്റ്റ്യൻ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ത്? അപ്പൊ അടുത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 15ന്റെ കൂടെ നമ്മൾ 6നെ കൂട്ടണം. 2 3 4 5 6ലെ കൂട്ടേണ്ടത് 21 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ 21. ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായോ? ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ജുവലാണ്. കൺഗ്രാറ്റ്സ് ജുവൽ. ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ 2 കൂട്ടിയത്. അടുത്തടുത്ത് നമ്മൾ 3 കൂട്ടി, അടുത്ത 4 കൂട്ടി, 5 കൂട്ടി. ഇനി നമ്മൾ 6 കൂട്ടേണ്ടത് അല്ലെ? അടുത്ത നമ്പർ അല്ലേ നമ്മുടെ കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ. നെക്സ്റ്റ് നമ്പർ 6 അല്ലേ കൂട്ടേണ്ടത്. 15ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? 21 എന്നല്ലേ? അപ്പൊ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടി? 21 അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആ സമയത്ത് 1 തെറ്റിപ്പോയതായിരിക്കാം അല്ലെ? ആ സമയത്ത് 1 തെറ്റിയതല്ലേ? ക്ലിയർ ആണ്? ഹായ് ജലജ. കൺഗ്രാറ്റ്സ്. 3ാമത് പറഞ്ഞത് ജലജയാണ്. കൺഗ്രാറ്റ്സ്. ഫിദ ആൻസർ പറഞ്ഞു. ഓക്കെ ഇപ്പൊ ഈ ഒരു ആൻസർ എല്ലാവർക്കും പിടികിട്ടിയോ? ഇസായ് ഹെറ ശരിയാണ് ആൻസർ. ഓക്കെ എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയണേ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫിഗർ ആണ്. നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ഇതാണ് നമ്മുടെ ഓപ്ഷൻ ഫിഗേഴ്സ്. ഏതാണ് നിങ്ങളുടെ ആൻസർ എന്നുള്ളത് കമന്റ് ചെയ്യുക. മനസ്സിലായി? ഓക്കെ
നമുക്ക് കമന്റ് വെയിറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യം പറയുന്ന ആരാണ് നോക്കുകയാണ്. അനീഷ് ആൻസർ പറയുന്നു ഡി ആണ്. നമുക്ക് നോക്കാം ആരാണ്. പ്രിയ ഡി പറയുന്നു, ജ്വൽ സി പറയുന്നു, ഹന്ന ഡി പറയുന്നു, ഇസൈ ഡി പറയുന്നു, അഭിരാമി ഡി പറയുന്നു. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞിരിക്കുന്നത് അനീഷ് ആണ്. കൺഗ്രാറ്റ്സ് അനീഷ് കുമാർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു 4 ഫിഗർ തരുവാണെങ്കിൽ ഈ കോണോട് കോൺ അല്ലെ, ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. ഇവര് തമ്മിലോ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഈ ഒരു കോണ് നോക്കിയപ്പോൾ ഈ 4 കോണിൽ ഈ താഴെ ഇരിക്കുന്ന ഈ ചതുരം നോക്കിയപ്പോഴും ഈ കോണ് ഇതിന്റെ നേരെ കോണായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ചതുരം നോക്കിയപ്പോഴും സെയിം ആണ് അല്ലെ. ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു പ്ലസ് ചിഹ്നം, ഒരു സർക്കിൾ ചിഹ്നവും ഒരു പ്ലസ് ചിഹ്നവും. എങ്കിൽ ഇപ്പുറത്തതും സെയിം അല്ലേ. ഒരു സ്ക്വയറിന്റെ ചിഹ്നവും ഇങ്ങനൊരു വെട്ടിടണം, നടുക്ക് ഇങ്ങനെ വരയ്ക്കണം, എന്നിട്ടൊരു മൈനസിന്റെ ചിഹ്നം. സ്ക്വയറിന്റെ ചിഹ്നം ഇതിനുണ്ടോ സ്ക്വയറിന്റെ ചിഹ്നം? ഇതിനുണ്ടോ? ഇല്ല. അപ്പൊ സ്ക്വയർ ചിഹ്നവും മൈനസ് ചിഹ്നവും ഉള്ളത് ഏതാണ്? ആകെ ഒരു ഫിഗറേ ഉള്ളൂ, അത് ഡിക്ക് മാത്രമേ ഉള്ളൂ സ്ക്വയർ ചിഹ്നവും മൈനസ് ചിഹ്നവും ഉള്ളത്. അപ്പൊ പിന്നെ നമ്മൾ ആ ആൻസർ അങ്ങ് എടുത്തു. സ്ക്വയർ ചിഹ്നവും മൈനസ് ചിഹ്നവും ഉള്ള ഡിക്ക് മാത്രമാണ്, നമ്മൾ അതങ്ങ് എടുത്തു. അപ്പൊ ഇവിടെ ഈ ഒരു കോണിലാണ് സ്ക്വയർ വന്നത്, അതുകൊണ്ടാണ് ഇവിടെ കോണിൽ സ്ക്വയർ. ഈ നമ്മളുടെ ഈ ഒരു സെന്റർ പോയിന്റിനോട് ചേർന്ന് വന്നേക്കുന്നത് എന്താണ്? മൈനസ് ആണ്. അപ്പൊ ഇവിടാണ് മൈനസ് വരേണ്ടത്. ക്ലിയർ ആണ്? സെന്റർ പോയിന്റിനോട് ചേർന്ന് മൈനസ് വന്നിരിക്കുന്നു, അപ്പൊ അവിടെയും സെന്റർ പോയിന്റിനോട് ചേർന്ന് നമ്മൾ മൈനസ് ഇടണം. അപ്പൊ എല്ലാവർക്കും കിട്ടി. ഓക്കെ, ജലജ കൺഗ്രാറ്റ്സ്. 6ാമത് പറഞ്ഞിട്ടുണ്ട്. ശിവനന്ദൻ പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരേ സമയത്തായിരിക്കും, ചിലർക്ക് നെറ്റ് കൂടുതൽ സ്പീഡ് ഉള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. ക്ലിയർ ആണ്? അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ശരിയായ ഉത്തരം ഡി പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോ നമ്മുടെ അനീഷിന്റെ പേര് കറക്റ്റ് വന്നില്ല. അനീഷ് എന്നുള്ള പേര് എനിക്കിപ്പം അറിയാവുള്ളൂ. അനീഷ് കുമാർ, കൺഗ്രാറ്റ്സ്. ഈ പ്രാവശ്യം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞത് അനീഷാണ്. അപ്പോ വളരെ കോമ്പറ്റീഷനിൽ നടക്കുകയാണ്. ഓരോ പ്രാവശ്യം ഓരോരുത്തരാണ് വളരെ വേഗത്തിൽ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറയാൻ പോകുന്നത് ആരാണ് എന്ന് നോക്കുകയാണ്. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം. ഇവിടെ നമ്മുടെ ഒരു സ്റ്റാറിനെയൊക്കെ നമുക്ക് കാണാം അല്ലെ. ക്രിസ്മസിന്റെ സ്റ്റാർ തൂക്കുന്നത് പോലെ ഒരു സ്റ്റാർ നമുക്ക് ഇവിടെ കാണാം. ആ സ്റ്റാറിനകത്തെല്ലാം നമ്പേഴ്സ് ഉണ്ട്. 3, 7. ഇവിടെയാണ് ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് 4 ഓപ്ഷൻ. അത് കണ്ടുപിടിക്കൂ. വേദാമിത്ര ഹായ്. ഏഞ്ചലീന ഹായ്. ഹായ് വിജി 5ാമത് പറഞ്ഞു. കൺഗ്രാറ്റ്സ്. അനിക്കയാണ്. ഓക്കെ അനിക, നെറ്റ് സ്ലോ ഉണ്ടല്ലേ. ജെൽസിന. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം നമ്മുടെ പല ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഡി പറഞ്ഞിട്ടുണ്ട്, പ്രിയ എ പറഞ്ഞിട്ടുണ്ട്, ജുവല ബി പറഞ്ഞു, അഭിരാമി ബി പറഞ്ഞു, വിജി റേ ബി പറഞ്ഞു. അപ്പോ ജലജ ഒന്ന് ബാക്കിൽ പോയിട്ട് തിരിച്ചു വരണം കേട്ടോ. നെറ്റിന് എന്തെങ്കിലും സ്ലോ കാണും, അതാണ് കാണാൻ പറ്റാത്തത്. ഹന്ന ബി പറയുന്നു, പ്രിയ 4 എന്ന് പറയുന്നു, ആൻഡ്രിയ 14 എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ആൻസറിലേക്ക് പോകുകയാണ്. ആദ്യത്തെ നമ്മളുടെ ചോദ്യം 3 എന്നാണ്. അടുത്തത് 7 ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ 18 ആണ്. പിന്നെ 25 ആണ്. 33 ആണ്. നമ്മളിങ്ങനെ എടുത്തെഴുതിയൊന്നും വേണ്ട. ഈ 3 ഡാഷ് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. 3ന്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് എനിക്ക് 7 കിട്ടിയത്. 3ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 7 കിട്ടിയത്. ഇപ്പൊ 7ന്റെ കൂടെ എത്ര കൂട്ടണം അടുത്ത ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ? അത് നമുക്ക് നോക്കാം. 5 ആണ് കൂട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12. ഈ 12ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 18. 18ന്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 25 അല്ലെ. 3ന്റെ കൂടെ 4 7, 7ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 12, 12ന്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 18, 18ന്റെ കൂടെ 7 കൂട്ടിയപ്പോൾ 25, 25ന്റെ കൂടെ 8 കൂട്ടിയപ്പോൾ 33. കറക്റ്റ് ഓർഡറിൽ പോകുന്നില്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ 12 ആണ്. ബി ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ?
അപ്പൊ ഏറ്റവും ആദ്യം ബി പറഞ്ഞത് ആരായിരുന്നു? ജുവലാണോ? ഏറ്റവും ആദ്യം ബി പറഞ്ഞത് ജുവലാണ് അല്ലെ? കൺഗ്രാറ്റ്സ് ജുവൽ. ഈ പ്രാവശ്യം രണ്ടാമത് വീണ്ടും ഒന്നാം സ്ഥാനത്ത് പറഞ്ഞിരിക്കുകയാണ് ജുവല്. കൺഗ്രാറ്റ്സ്. നമ്മുടെ അഭിരാമി അതേ സ്പീഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് അഭിരാമി. അതുപോലെ വിജി വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹന്ന പറഞ്ഞു. ആൻഡ്രിയ മനസ്സിലാകുന്നുണ്ടോ? ആൻസർ പിടികിട്ടിയില്ലേ? ഇപ്പോ ക്ലിയർ ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നോക്കാം നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് ആദ്യം ഈ ഒരു ചോദ്യം കണ്ടു ഫ്രാക്ഷന്റെ, അതിനുശേഷം ഫിഗറിന്റെ ക്വസ്റ്റ്യൻ കണ്ടു, പിന്നെ നമ്മളുടെ ഈ പാറ്റേൺ ബ്ലോക്ക് കണ്ടു, പിന്നെ നമ്മൾ ഈ ഒരു ഫിഗർ ക്വസ്റ്റ്യൻ കണ്ടു, ഇപ്പൊ നമ്മളൊരു സ്റ്റാർ ഇട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഇത്രയും എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സച്ചിൻ മെയ്ഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ ഗിവൺ ബിലോ. 5 25 ആയി, 9 45 ആയി, 8 40 ആയി. What rule can be used to find each output number? Multiply by 5, divide by 5, multiply by 4, divide by 4. ഏതായിരിക്കാം സച്ചിന്റെ റൂള് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഹായ് ശിവനന്ദ. ക്ലിയർ അല്ലേ? ആൻസർ വന്നു. ശ്രീലക്ഷ്മി പറയുന്നു ബി ആണ്. ഓക്കെ, ഇതുവരെ എല്ലാം ക്ലിയർ ആയി. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. കൃഷ്ണേന്ദു പറയുന്നു ബി ആണ്. ഷെറിൻ എ പറയുന്നു. ആൻഡ്രിയ ബി പറയുന്നു. ജുവൽ എ പറയുന്നു. ഹന്ന എ പറയുന്നു. പ്രിയ എ പറയുന്നു. അഭിരാമി എ പറയുന്നു. വിജി എ പറയുന്നു. ഏഞ്ചൽ 5 എന്ന് പറയുന്നു. ആൻഡ്രിയ എ പറയുന്നു. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 25 കിട്ടും? ഇവിടെ എന്തായാലും 5നേക്കാൾ വലിയൊരു നമ്പറാണ്, ഗുണിക്കണം അല്ലെ? അപ്പൊ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ്. 5 5 ആണ് എന്ത് 25. 5 5 ആണ് 25. അപ്പൊ മൾട്ടിപ്ലൈ ബൈ 5 ആണ് 25. 9നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 45 കിട്ടിയത്. 8നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 40 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ആൻസർ മൾട്ടിപ്ലൈ ബൈ 5 എന്നല്ലേ? 5നെ മൾട്ടിപ്ലൈ ചെയ്തു, 9നെ മൾട്ടിപ്ലൈ ചെയ്തു, 8നെയും മൾട്ടിപ്ലൈ ചെയ്തു. വാട്ട് റൂൾ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഈച്ച് ഔട്ട്പുട്ട് നമ്പർ? ഈ ഇൻപുട്ടിനെ എല്ലാം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള 25 45 40 ഇത് കിട്ടിയത്. അപ്പൊ നമ്മുടെ ഈ ഉത്തരമല്ലേ ശരിയായിട്ടുള്ളത്? ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടി. ക്ലിയർ ആണ്. ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്, 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഷെറിൻ പീറ്റർ ആണ് ഏറ്റവും ആദ്യം എ എന്ന ആൻസർ പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് ഷെറിൻ. അതിനുശേഷം ഹന്ന പറഞ്ഞു, പ്രിയ പറഞ്ഞു, വിജി പറഞ്ഞു, ഓക്കെ ആൻഡ്രിയ പറഞ്ഞു. കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും പിടികിട്ടി. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഉത്തരം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, കാര്യം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തതാണ്. 30 5 എന്ന് എഴുതിയേക്കുന്നു, 18 3 എന്ന് എഴുതിയേക്കുന്നു, 54 9 എന്ന് എഴുതിയേക്കുന്നു. ഇത് ചെറിയ നമ്പറിലേക്കാണ് വന്നേക്കുന്നത്. 30നെ 6 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 5 എന്ന് ഉത്തരം കിട്ടുന്നത്. 18നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 3 എന്ന് ഉത്തരം കിട്ടും. 54നെ 6 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 9 എന്ന ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം ഡിവൈഡ് ബൈ 6 എന്നാണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ഇവിടെ ഡിവിഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് ചെറുതാണെങ്കിൽ അത് ഡിവിഷൻ ആണ്. ഔട്ട്പുട്ട് ഒരു ബിഗ് നമ്പർ ആണെങ്കിൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പൊ ഡൗട്ട് മാറിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ചിലർക്കൊക്കെ അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് തോന്നി. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ നോക്കിയിട്ടായിരിക്കണം ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഒരു വലിയ നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് വാല്യൂ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ആൻസേഴ്സിലേക്ക് പോകാം. കൺഗ്രാറ്റ്സ് ജിഷിന, ആൻസർ ശരിയാണ്.
യുദ്ധി ആൻസർ ശരിയാണ്. ശിവനന്ദൻ ആൻസർ ശരിയാണ്. കൺഗ്രാറ്റ്സ് ജലജ, ആൻസർ വളരെ ഫാസ്റ്റ് പറഞ്ഞു അല്ലെ. എയ്തൻ കൺഗ്രാറ്റ്സ്. ജീവാന്തിക കൺഗ്രാറ്റ്സ് ജീവാന്തിക. യുദ്ധി, സാൽവിയ ഡോറിസ് സുഖമായിട്ടിരിക്കുന്നോ? കൺഗ്രാറ്റ്സ്. എന്റെ പേര് റീജ എന്നാണ് കേട്ടോ. നിഖില. അപ്പൊ നമ്മള് അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മുടെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ ഇങ്ങനത്തെ. ഇപ്പോ നിങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടു ഒരു സ്റ്റാർ വരച്ച ക്വസ്റ്റ്യൻ, അതുപോലെ സർക്കിൾ വരച്ച് ഇതിനകത്ത് ക്വസ്റ്റ്യൻ എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ. ക്ലിയർ ആണ്? ഹായ് ഹന്ന. അഭിരാമി ബി പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത് ഹന്നയാണ്. ഹന്ന ബി പറഞ്ഞു. ജുവൽ ഡി പറഞ്ഞു. ശ്രീലക്ഷ്മി ബി പറയുന്നു. ഏഞ്ചൽ 20. അഭിരാമി ബി പറയുന്നു. 1ഉം 6ഉം 20ഉം 6 ഒക്കെ പറയുന്നുണ്ട്. റീന ഒന്ന് ബാക്ക് പോയിട്ട് തിരിച്ചു വരണേ. 20 പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ ആൻസർ. നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് 6 ഗുണം 1 അതാണ് 6. 6നെ 1 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. ഈ 8നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 9 ഗുണം 8 ആണ് 72. 8നെ 9 കൊണ്ട് ഗുണിച്ചു, അപ്പൊ നമുക്ക് 72 കിട്ടി. ഇനി ഇത് നോക്കുന്നു. 3നെ 7 കൊണ്ട് ഗുണിച്ചു, അപ്പൊ നമുക്ക് 21 കിട്ടി. അപ്പോ എന്താണ് ഇവിടെ? ഇവിടെ ഏതോ ഒരു സംഖ്യ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 12 കിട്ടി. ഏതോ ഒരു സംഖ്യ 2 കൊണ്ട് ഗുണിച്ചു 12 കിട്ടി. അപ്പോ ഈ എക്സ് എന്ന് പറയുന്ന സാധനം 12 ഡിവിഷൻ 2 ആണ്. ഉത്തരം 6 ആണ്. 6 ഗുണം 2 അല്ലേ 12. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 6 അല്ലേ? 20 ആയിരിക്കും. 22 40 അല്ലേ? 2 ഗുണം 2 4 അല്ലേ? 10 ഗുണം 2 20 അല്ലേ? അപ്പൊ 6 ഗുണം 2 ഫ്രം ദി ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 6 ഗുണം 2 ആണ്. 6 ചൂസർ ആണ് 12. അപ്പൊ എത്ര പേർക്കാണ് ഓപ്ഷൻ ബി എന്ന കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏറ്റവും ആദ്യം പറഞ്ഞത് ഹന്നയാണ്. ഹന്ന തോമസ് ആണ് ഏറ്റവും ആദ്യം ബി എന്ന ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞത്. കൺഗ്രാറ്റ്സ് ഹന്ന. ശ്രീലക്ഷ്മി ബി പറഞ്ഞു. തൊട്ടുപുറകിൽ തന്നെ അഭിരാമിയും ബി പറഞ്ഞു. 6 എന്ന ഉത്തരം വിജയ് റേ പറഞ്ഞു. ഓക്കെ, ഷഹീറ, ജലജ, ഇപ്പൊ ഒരുപാട് പേര് ആൻസർ പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇതൊരു നമ്പർ സീരീസ് ആണ്. നെക്സ്റ്റ് സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 5, 9, 14, 20, 27, 35, 44. 5, 9, 14, 20, 27, 35, 44. Find out the next number series. Find out the next number series. ഇപ്രാവശ്യം ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന ആരാണ് മാം ഇങ്ങനെ നോക്കുകയാണ്. മാം ഈഗർലി വെയിറ്റിംഗ് ആണ്. ഏറ്റവും ആദ്യം ആരാണ് ആൻസർ പറയാൻ പോകുന്നത്? ഇപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോരുത്തരാണ് ഇപ്പോ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനിക ആദ്യം പറഞ്ഞു, പ്രിയ ആദ്യം പറഞ്ഞു, ജുവൽ പറഞ്ഞു, അഭിരാമി പറഞ്ഞു, അല്ലെ, ഹന്ന പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ആരാണ് ഏറ്റവും ആദ്യം ആൻസർ പറയാൻ പോകുന്നത് എന്നിങ്ങനെ മാം വെയിറ്റിംഗ് ആണ്. ഇപ്പൊ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. സുനിത ബി പറഞ്ഞു. രേഖ വയലാർ, നമ്മുടെ വയലാറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിവനന്ദൻ ബി പറഞ്ഞിട്ടുണ്ട്. ജുവല ബി പറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻസർ ബി ആണ്. ഹൈ ജിൽസ്ന, എല്ലാം ഇതുവരെ പറഞ്ഞ എല്ലാം മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഹന്ന തോമസും ബി ആണ് പറയുന്നത്. അഭിരാമി ബി ആണ് പറയുന്നത്. ആൻഡ്രിയ ബി ആണ് പറയുന്നത്. അപ്പോ നമ്മള് 5, ഈ 5ന്റെ കൂടെ 4 എന്ന സംഖ്യ കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്. അടുത്ത 9 ആണ്. 9ന്റെ കൂടെ 5 എന്ന സംഖ്യ കൂട്ടുമ്പോൾ 14 കിട്ടി. 14ന്റെ കൂടെ 6 എന്ന സംഖ്യ കൂട്ടിയപ്പോൾ 20 കിട്ടി. 20ന്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 27. 27ന്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 35. 35ന്റെ കൂടെ 9 കൂട്ടുമ്പോഴാണ് നമുക്ക് 44 എന്ന് കിട്ടുന്നത്.
എങ്കിൽ 44ലൂടെ എന്ത് കൂട്ടണം? ആദ്യം 4 കൂട്ടി, 5 കൂട്ടി 6, 7, 8, 9, അടുത്ത 10 കൂട്ടണം. 44ലൂടെ 10 കൂട്ടിയാൽ 54 വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി 54. കണ്ട, 5ന്റെ കൂടെ 4 കൂട്ടി 9, 9ന്റെ കൂടെ 5 കൂട്ടി 14, 14ലൂടെ 6 കൂട്ടി 20, 20ന്റെ കൂടെ 7 കൂട്ടി 27, 8 കൂട്ടി 35, 9 കൂട്ടി 44, 10 കൂട്ടണം, ഉത്തരം കിട്ടി 54. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ആർ ദ നെക്സ്റ്റ് 2 ഷേപ്സ്? വാട്ട് ആർ ദ നെക്സ്റ്റ് 2 ഷേപ്സ്? ഒരു ഷേപ്സ് അല്ല വേണ്ടത്, 2 ഷേപ്സ് ആണ്. From the option you can select your right answer. I am eagerly waiting to see who is the first person. നമ്മൾ ഫസ്റ്റ് പേഴ്സണിനെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ പ്രാവശ്യം നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആരായിരുന്നു? ഓക്കെ, അഖിലാഷ് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഷെറിൻ പീറ്റർ ക്ലിയർ അല്ലേ? രേഖയാണ് ഏറ്റവും ആദ്യം ഈ പ്രാവശ്യം ആൻസർ പറഞ്ഞത്. കൺഗ്രാറ്റ്സ്. ഓക്കെയാണ്. ഹന്ന തോമസ് എ പറഞ്ഞു, ഏഞ്ചൽ എ പറഞ്ഞു, ഓക്കെ, ഡിയും ബിയും ഒക്കെ പറയുന്നുണ്ട്. ഹായ് എവ, കുറച്ച് ലേറ്റ് ആയല്ലേ? കുഴപ്പമില്ല, ജോയിൻ ചെയ്തോളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുക. ഫാസ്റ്റിൽ ആൻസർ പറയണേ. ഇവ നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയുന്ന ഒരാളാണ്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരുടെ ആൻസർ ആണ് ശരി എന്ന് നോക്കാം. ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലെ? ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? ട്രയാങ്കിൾ ഷേപ്പാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ആദ്യം ഒരു ബ്ലാക്ക് മാർക്ക് കൊടുത്തേക്കുന്നത് അല്ലെ? എല്ലാവരും ശ്രദ്ധിക്കണം. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1 സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 3 സൈഡാണ് ഉള്ളത്. ആദ്യം ഈ സൈഡിലാണ് ബ്ലാക്ക് മാർക്ക് കൊടുത്തത്. അടുത്ത സൈഡ് ഇതാണ്, പക്ഷെ ഇതിലല്ല അടുത്തത് മാർക്ക് കൊടുത്തത്, ഈ സൈഡിലാണ്. അപ്പോൾ ഒരു സൈഡ് വിട്ടിട്ട് ഈ സൈഡിലാണ് അടുത്ത ബ്ലാക്ക് മാർക്ക് കൊടുക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോഴും ദാണ്ടെ ഈ സൈഡിൽ നിന്ന് ഈ നടുക്ക് കൊടുത്തില്ല, ഇവിടാണ് കൊടുത്തത്. മൂന്നാമത്തെ സൈഡാ കൊടുത്തത്. അപ്പോ അടുത്തത് റൊട്ടേഷനിലും ഇവിടെ കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ആർക്കും മനസ്സിലാകില്ല. ഇതെല്ലാരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഒരു ട്രയാങ്കിൾ ആണ്, 3 സൈഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടാണ് ഒരു ബ്ലാക്ക് മാർക്ക്, അടുത്ത ബ്ലാക്ക് മാർക്ക്, അടുത്ത ബ്ലാക്ക് മാർക്ക്, 1, 2, 3 ഇങ്ങനെയാണ് പൊസിഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് ഇവിടെയാണ് കൊടുത്തത്. ഇവിടെ ബ്ലാക്ക് മാർക്ക് കൊടുത്തിട്ട് അടുത്ത ഫിഗറിൽ ഇവിടെ കൊടുത്തില്ല ബ്ലാക്ക് മാർക്ക്, എന്നിട്ട് ഇവിടെയാണ് കൊടുത്തത്. അപ്പോൾ 2 ഫിഗർ കംപ്ലീറ്റ് ആയി. ഇവിടെ കൊടുത്തിട്ട് ഇവിടാണ് കൊടുത്തത്. ഇനി അടുത്ത ഫിഗറിലേക്ക് പോകുമ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല, എന്നിട്ട് എവിടെ കൊടുത്തു? ദാ ഇവിടെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ കൊടുക്കുന്നില്ല, പകരം എവിടെ കൊടുക്കുന്നു? ഇവിടെ കൊടുത്തു. അപ്പൊ നമ്മുടെ ഈ 2 ഫിഗർ ഓക്കെ അല്ലേ? ആണ്. ഇനി അടുത്ത ഫിഗറിലേക്ക് പോയേ, ഇവിടെ കൊടുക്കുന്നില്ല, പകരം ഇവിടെ കൊടുത്തു. അടുത്ത ഫിഗർ എന്തായിരിക്കും? ഇവിടെ കൊടുക്കുന്നില്ല, പകരം ഇവിടെ കൊടുത്തു. അടുത്ത ഫിഗറുകൾ ശരിയല്ലേ? ക്ലിയർ ആണോ? അല്ലെ, ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്നില്ല അല്ലെ? ഈ ഒരു ഫിഗറിൽ ഒരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഇവിടെ കൊടുക്കുന്നില്ല, ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടെ കൊടുക്കുന്നില്ല, ഇവിടെ കൊടുത്തു. നമുക്ക് അടുത്ത കിട്ടിയ ഫിഗേഴ്സ് അങ്ങനല്ലേ? ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ കൊടുക്കുന്നില്ല അല്ലെ? അടുത്ത ഫിഗർ എന്താണ് വരുന്നത്? ഇവിടെ കൊടുക്കുന്നില്ല, ഇപ്പുറത്താണ് ബ്ലാക്ക് മാർക്ക്. ഇനിയാണ് നമുക്ക് വരയ്ക്കാനുള്ള 2 ഫിഗർ. ഇവിടെ കൊടുക്കത്തില്ല, ഇവിടെ ബ്ലാക്ക് മാർക്ക് കൊടുത്തു. ഒന്ന് ഇടവിട്ട് പോകുന്നു എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. ഇനി ഇവിടെ കൊടുക്കണ്ട, ഇവിടെ ബ്ലാക്ക് മാർക്ക്. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ഈ 2 ഫിഗർ ആണ്. അപ്പൊ ഒരെണ്ണം ഇവിടെ വരണം, ഒരെണ്ണം ഇവിടെ വരണം. അപ്പൊ ആൻസർ ബി ആണ് ശരി. രണ്ടും കൂടി ഈ സൈഡാണോ? അല്ല. മുകളിലാണോ ആദ്യത്തത്? അല്ല. ആദ്യത്തത് ഇപ്പുറത്തെ സൈഡാണോ? അല്ല.
അപ്പോൾ ആദ്യത്തെ ഒരു ഫിഗർ കിട്ടാമെങ്കിൽ തന്നെ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ വരും. പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് ഇതാണ് മുകളിലത്തതാണ് അടുത്തതെന്നുള്ള രീതിയിൽ ഉത്തരത്തിലെത്താം. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഇത് കുറച്ചും കൂടി കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഞാൻ ഉത്തരം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായ എല്ലാവരും ഇമോജീസ് ഇടുക. ഈ ഉത്തരം പിടികിട്ടി എന്നുണ്ടെങ്കിൽ ഇമോജീസ് ഇടുക. ഈ ഉത്തരം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഇമോജീസ് ഇടുക. ഹായ് ഷീമ, അമ്മയോട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുക. ക്ലിയർ ആണ്? എല്ലാവർക്കും കൃഷ്ണ ജയന്തി ആശംസകൾ. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ആൻസർ മനസ്സിലായ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ മനസ്സിലായ എല്ലാവരും കമന്റ് ചെയ്തേ. അപ്പൊ നമുക്ക് ഇപ്പോൾ ആൻസർ പിടികിട്ടി. എന്താണ് ആൻസർ? നമ്മളുടെ ഈ രണ്ട് ഫിഗേഴ്സ് ആണ് എന്ന് പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? എങ്കിൽ ഇതിന് ശേഷം എന്താണ് വരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫിഗറിന് ശേഷം എവിടെ ആയിരിക്കും ഇനി ബ്ലാക്ക് മാർക്ക് വരാൻ പോകുന്നത്? ഇവിടാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ? ഇനി ഇവിടെ കൊടുക്കത്തില്ല. എവിടാണ് ബ്ലാക്ക് മാർക്ക് കൊടുക്കേണ്ടത്? ഇവിടെ. അടുത്ത ഫിഗർ എന്തായിരിക്കും? ഇവിടെ കൊടുക്കത്തില്ല. അടുത്തത് ഇവിടെ ആയിരിക്കും. ഇതല്ലേ ഫിഗർ? ഇതാണോ ഫിഗർ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ ഈ ട്രിക്കി ക്വസ്റ്റ്യന്റെ ആൻസർ ഏറ്റവും ആദ്യം കറക്റ്റ് ആയി പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ ബി എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ആരാണ് നമ്മൾ നോക്കട്ടെ. ഹായ് റീന, കറണ്ട് വന്നോ? ആരായിരുന്നു ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്യണേ. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞ ആരാണ് എന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ മുമ്പിലത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത് ആരാണ് എന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആൻസർ വന്നു. ഓക്കെ, കുഴപ്പമില്ല. ആൻസർ തെറ്റിയ പ്രശ്നമില്ല, മനസ്സിലായാൽ മതി. ഇപ്പോ ജലജയാണ് ബി എന്ന് ഉത്തരം പറയുന്നത്. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നോക്കിയേ, ഞാനിതാണ്ട് ഇത് മുതൽ നോക്കി പോവുകയാണ്. 8ന്റെ കൂടെ 10 കൂട്ടി 8 + 10 ആണ് 18. അടുത്തത് ഈ 14ഉം 2ഉം കൂടെ പ്ലസ് ചെയ്തു 16 കിട്ടി. അടുത്തത് 10ന്റെ കൂടെ ഈ 8 കൂട്ടി 18 കിട്ടി. എങ്കിൽ ഏതോ ഒരു സംഖ്യ അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? നമുക്ക് 2 കൂട്ടണം. 2 കൂട്ടുമ്പോൾ നമുക്ക് 16 കിട്ടണം. എങ്കിൽ x എന്ന് വെച്ചാൽ 16ൽ നിന്ന് 2 കുറയ്ക്കുന്നു, 14 ആണ് ഉത്തരം. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ ആദ്യം ഇരിക്കുന്ന 10, ആദ്യം നിങ്ങൾ ഇവിടെ കാണുന്ന 10ന്റെ കൂടി ഉള്ളിലിരിക്കുന്ന സർക്കിളിലെ 8 കൂട്ടുന്നു, അപ്പോഴാണ് 18. 10 + 8 ആണ് 18. ഈ ഇരിക്കുന്ന ആദ്യം കാണുന്ന 14, ഉള്ളിലുള്ള സർക്കിളിലെ 2 കൂട്ടി, അപ്പോഴാണ് 16 കിട്ടിയത്. ഇവിടെ ആദ്യം കാണുന്ന ഈ 10ന്റെ കൂടെ 8 കൂട്ടിയപ്പോഴാണ് 18 കിട്ടിയത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ കൂടെ എന്തോ 2 കൂട്ടുമ്പോൾ നമുക്ക് 16 കിട്ടണം. എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ പ്ലസ് ചെയ്തേക്കുവാണ്. സമത്തിനപ്പുറം പോകുമ്പോൾ ഇത് കുറയ്ക്കണം. അതായത് 14ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 16 കിട്ടുന്നത്. നമ്മുടെ ആൻസർ 14. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. എല്ലാവർക്കും പിടി കിട്ടി? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ക്ലിയർ ആണ്. നിഖില 14 എന്ന് കറക്റ്റ് ആയി പറഞ്ഞു. ജലജ ഏറ്റവും ആദ്യം പറഞ്ഞത് ഇപ്രാവശ്യം ജലജയാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. IDYZ
ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നു 0, 1, 2, 3, 4. അതുപോലെ NAWFBയെയും കോഡ് ചെയ്തിരിക്കുന്നു 5, 6, 7, 8, 9. അങ്ങനെയാണെങ്കിൽ DZAB ഇതിന്റെ നമ്പർ എന്തായിരിക്കും? ഓക്കെ, ഹായ് ഹന്ന, അന്നയ്ക്ക് 14 കിട്ടി, കൺഗ്രാറ്റ്സ്. ശിവനന്ദൻ, കൺഗ്രാറ്റ്സ്. വേദാമിത്ര, കൺഗ്രാറ്റ്സ്. ഒരുപാട് പേർക്ക് അഭിനന്ദ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എല്ലാവരും കമന്റ് ചെയ്യുക ആൻസേഴ്സ്. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം പറയുന്നത് ജുവൽ ആണ്, എ പറഞ്ഞു. സുനിത എ പറയുന്നു. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരിയായിട്ടുള്ളത് എന്ന്. ഇവിടെ നമ്മൾ ലെറ്റർ സീരീസ് ആണ് കാണുന്നത്. ഐ എന്നതിന്റെ വിലയാണ് 0 എന്ന് കൊടുത്തേക്കുന്നത്. ഡിയുടെ വിലയാണ് 1 എന്ന് കൊടുത്തു. Y 2 എന്നും Z 3 എന്നും J 4 എന്നും കൊടുത്തിരിക്കുന്നു. അപ്പൊ ഡിയുടെ വില 1 എന്നല്ലേ കൊടുത്തത്. അപ്പൊ ഇനി നമ്മൾ ഡി കാണുമ്പോൾ 1 എന്ന് പറയണം. ഇസഡിന്റെ വില എന്താണ് കൊടുത്തത്? 3. എയുടെ വില കൊടുത്തത് ഇവിടെയാണ്. എയുടെ വില 6. ബിയുടെ വില എന്താണ്? 9. അപ്പൊ നമുക്ക് കിട്ടിയത് DZAB എന്ന് വെച്ചാൽ 1369 എന്നാണ്. ആൻസർ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1369 എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ജലജ 1369 എന്ന് കറക്റ്റ് പറഞ്ഞു. കൃഷ്ണേന്ദു, ഇവ, അഞ്ചൽ കൃഷ്ണ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആൻഡ്രി ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് ആൻഡ്രി ആണ്. കൺഗ്രാറ്റ്സ്. തൊട്ടുപുറകിൽ തന്നെ അഞ്ചലും കൃഷ്ണേന്ദുവും ജലജയും പറഞ്ഞു, ഇവയും പറഞ്ഞു. കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായോ? റയാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കിയേ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ YJWF എന്നെന്ന് ചോദിച്ചെങ്കിലോ വൈയുടെ വില 2 ആണ്, ജെയുടെ വില 4 ആണ്. ജെ എന്ന് വെച്ചാൽ 4 അല്ലേ. W എന്ന് വെച്ചാൽ ഇതിന് നേരെയുള്ള വില 7. F ഇപ്പൊ 8 എന്നാണ് കൊടുത്തത്. N 5. ഇങ്ങനെ. അപ്പൊ ഇത് അവര് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ഇഷ്ടമുള്ളതുപോലെ വിലയിടും. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇപ്പൊ എന്റെ പേര് റീജ എന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇപ്പൊ പുതിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവർ 6ന് 2 കൊടുത്തു, ഇക്ക് 1. ഇനി ഈ അടുത്ത് ഇടുമ്പോൾ വേറെ വില ഇടരുത്, ഇക്ക് എപ്പോഴും ഒരേ വില. J3 4 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇവയുടെ പേരെടുക്കുകയാണ്. ഇവയുടെ പേരെടുത്തിട്ട് E1 V4 V5 A4 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ് JAR ജാറിന്റെ വിലയുണ്ട്. അപ്പൊ ജാറ് J3 ആണ്, A4 ആണ്, R എന്ന് വെച്ചാൽ 2 ആണ്. 342 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി? എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടോ? ഓക്കെ ആണ്? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാവരും ആൻസർ വളരെ ഫാസ്റ്റ് ആയി ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ. XSPGR ഇതിന്റെ നമ്പർ 0, 1, 2, 3, 4. EBUNK ഇതിന്റെ നമ്പേഴ്സ് 5, 6, 7, 8, 9. അങ്ങനെയാണെങ്കിൽ XSRB ഇതിന്റെ നമ്പേഴ്സ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് നമ്പേഴ്സ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഷെറിൻ മനസ്സിലായോ? ജിൻസിക്ക് മനസ്സിലായി? ക്ലിയർ ആണ്? കൃഷ്ണേന്ദുന് മനസ്സിലായി? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഷെറിന് മനസ്സിലായോ? ജിൻസിക്ക് മനസ്സിലായി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ സെഡ് ഫസ്റ്റ്. ഹായ് വെണ്ണൂർ, കൺഗ്രാറ്റ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺഗ്രാറ്റ്സ്. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ അത് വീണ്ടും പറയാം. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് ഇവിടെ എക്സിന് വില എന്താണ് പറഞ്ഞിരിക്കുന്നത്? 0 എന്നാണ്.
എസിന് വില 1 എന്നാണ്, പിക്ക് വില 2 എന്നാണ്, ജിക്ക് 3 എന്നാണ്, ആറിന് 4 എന്നാണ്. അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആള് ഇഷ്ടമുള്ള വില അങ്ങ് കൊടുക്കുകയാണ്. അല്ലാണ്ട് എക്സിന് ഇങ്ങനെ ഒരു 0 എന്നോ എസിന് ഒരു 1 എന്നോ വില എങ്ങുമില്ല. ഈ നമുക്ക് ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള വില അങ്ങ് പുട്ട് ചെയ്യുകയാണ്. ഓക്കെയാണ്. ഇക്ക് ഇവർ 5 എന്നും ബിക്ക് 6 എന്നും യുന് 7 എന്നും എന്നിന് 8 എന്നും കെക്ക് 9 എന്നും ഇഷ്ടമുള്ള വില, അവർക്ക് 15 എന്ന് കൊടുക്കാൻ തോന്നിയാൽ 15 എന്ന് കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള വില അവർ കൊടുത്തു. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് എക്സ് എസ് ആർ ബിയുടെ വില എന്താ. ഈ എക്സ് ക്വസ്റ്റ്യനിൽ ഈ എക്സ് കാണും, എസ് ക്വസ്റ്റ്യന് തപ്പിയെടുത്താൽ മതി, അവിടെ ഇരിപ്പുണ്ട്. ആറ് ദാ ഇവിടെ ഇരിക്കുന്നു, ബി ദാ ഇവിടെ ഇരിക്കുന്നു. എക്സിന് നേരെയുള്ള വില 0 ആണ്, എസിന് നേരെയുള്ള വില 1 ആണ്. ആറിന് നേരെ എന്താണ് കിടക്കുന്നത്? 4 ആണ്. ബിക്ക് നേരെ എന്താണ് കിടക്കുന്നത്? 6 ആണ്. അപ്പൊ നമുക്കൊരു വില കിട്ടി 0146. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആയി. ക്ലിയർ ആകുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഓക്കെ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ ആണ്. 0146 എന്ന് പറഞ്ഞു. 0146. ഷെറിൻ പീറ്റർ ക്ലിയർ അല്ലേ? ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് കൃഷ്ണേന്ദു ആണ്. 0146 എന്ന് തന്നെ ആൻസർ കമന്റ് ചെയ്തിട്ടു. കൺഗ്രാറ്റ്സ് കൃഷ്ണേന്ദു. ഇവ പറഞ്ഞു കൺഗ്രാറ്റ്സ്. നിഖില കൺഗ്രാറ്റ്സ്. അഭിരാമി കൺഗ്രാറ്റ്സ്. സുനിത, അഞ്ജൽ കൃഷ്ണ, ആൻഡ്രിയ കൺഗ്രാറ്റ്സ്. മനസ്സിലാകുന്നുണ്ട്? വേദാമിത്ര കൺഗ്രാറ്റ്സ്. വെണ്ണിയോർ കൺഗ്രാറ്റ്സ്. ജിഷിന കൺഗ്രാറ്റ്സ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിലെ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആരാണ്? കൃഷ്ണേന്ദു ആണ്. കൃഷ്ണേന്ദു, സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഫോർ യു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും ആദ്യം ആരാണ് ആൻസർ പറയുന്നത് നോക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ താണ്ടേ വരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 8:55. ഓക്കെ, ഷെറിൻ എ പറഞ്ഞു, ജോബി ബി പറഞ്ഞു, വിജി സി പറഞ്ഞു. ABC ആയി അല്ലെ? ഓക്കെ, ബിജു എ പറയുന്നു. അപ്പൊ ഷെറിൻ ആണ് ഏറ്റവും ആദ്യം എ പറഞ്ഞത്. ആൻഡ്രിയ എ പറയുന്നു, ഇവ എ പറയുന്നു, അഭിരാമി എ പറയുന്നു, ജലജ എ പറയുന്നു, ആമണി എ പറയുന്നു, ഏഞ്ചൽ എ പറയുന്നു, കൃഷ്ണേന്ദു സി പറയുന്നു. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരി എന്നുള്ളത്. എല്ലാരും ഒന്ന് നോക്കിയേ. ഇവിടെ കിടിലൻ ക്വസ്റ്റ്യൻസ് അല്ലേ? ആദ്യത്തെ സീരീസിൽ ഇങ്ങോട്ടാണ് അല്ലെ? ഇങ്ങോട്ടാണ്. ഇതിന്റെ കൂടെ പെയർ ചെയ്തുകൊണ്ട് താഴോട്ട് ഒരാളുണ്ട്. പിന്നെ ആള് തന്നെയാണ് വീണ്ടും വരുന്നത് അല്ലെ? ഇവര് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന എന്ത് പേരിലാണ്? ഇങ്ങനെ ഒരു ആരോ, അതായത് ഇങ്ങനെ ഒരു ആരോ, മേളിലോട്ടൊരു ആരോ, ഇങ്ങനെ ഒരു ആരോ, താഴോട്ടൊരു ആരോ. ഈ ഒരു ഡയറക്ഷനെ നമ്മൾ ക്ലോക്ക് വൈസ് എന്നാണ് പറയുന്നത്. ക്ലോക്ക് വൈസ്, നമ്മുടെ ക്ലോക്ക് കറങ്ങുന്നത് പോലെയാണ് ഈ ഒരു ആരോ പോകുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി തൊട്ട് അപ്പുറത്ത് നിങ്ങൾ മറ്റൊരു ആരോ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ആരോയും ഈ മേളിലോട്ട് ഇവർ പെയർ ചെയ്ത് വരികയാണ്. ഇതാ ഇങ്ങനെ. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഇത് തിരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ്. ഈ ഡയറക്ഷൻ ആണ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ ആണ്? ഇത് ഇങ്ങോട്ടും പിന്നെ മുകളിലോട്ടുമാണ്. അപ്പൊ ഇവരുടെ പേരാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വേണ്ട ഉത്തരവും ഇവരുടെ പേരാണ്. ഈ പേരല്ലേ വേണ്ടത്? അപ്പൊ ഈ പേര് എവിടെ ഇരിക്കുന്നു? ഇങ്ങോട്ടാണ് ആദ്യം. ഈ ഓപ്ഷനിലും ഇങ്ങോട്ടാണ്, ഈ ഓപ്ഷനിൽ ഇങ്ങോട്ടാണ്. ഈ ഓപ്ഷൻ ഞാൻ വെട്ടി. അടുത്തത് എനിക്ക് മുകളിലോട്ട് വരണം. ഈ ഓപ്ഷൻ തെറ്റാണ്. ഇതും മുകളിലോട്ട് വരണം. ഇത് കഴിഞ്ഞാൽ ആരുടെ പേരാണ് വരേണ്ടത്? ഇത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേരാണ് വരേണ്ടത്.
അപ്പോൾ അടുത്ത ആള് എങ്ങോട്ടിരിക്കണം? ഈ സൈഡിലോട്ടിരിക്കണം. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് കണ്ടോ, ഇതൊരു പെയറായിട്ടാണ് വരുന്നത്. ഇവർ രണ്ടും ഒരു പെയർ, വീണ്ടും ആ പെയർ റിപ്പീറ്റ് ചെയ്തു, അടുത്തതിൽ ഈ പെയർ റിപ്പീറ്റ് ചെയ്തു. ഇവർ രണ്ടും ഒരു പെയറാണ്. ഈ പെയർ അവർ രണ്ടെണ്ണം കഴിയുമ്പോൾ ഈ പെയറുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഓപ്ഷൻ എന്താണ് ആൻസർ, എങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയതെന്ന്? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് സമയം പോയില്ലേ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? രസകരമായിരുന്നോ? ഷെറിൻ പീറ്റർ ആണ് ഇപ്രാവശ്യം ഏറ്റവും ആദ്യം ഓപ്ഷൻ എ എന്ന ഉത്തരം പറഞ്ഞത്. കൺഗ്രാറ്റ് ഷെറിൻ. അതിനുശേഷം ആൻഡ്രിയ പറഞ്ഞു ഓപ്ഷൻ എ ആണ് എന്ന്. ഇവ പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു പോയി. ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി മാം കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആൻസർ കറക്റ്റായി പറയുക. ഇതിന്റെ സെയിം പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കിയേ, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസുമാണ്. ഇതിനെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലോക്ക് കറങ്ങുന്നത് പോലെ. നിങ്ങൾക്കറിയാം ക്ലോക്ക് 12, 1, 2, 3, 4, 5, 6. ഈ ക്ലോക്ക് സൂചികൾ ഇങ്ങനെയാണ് കറങ്ങുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഈ ക്ലോക്കിന് ഓപ്പോസിറ്റ് ഒരു കറക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഏറ്റവും ആദ്യം ഉത്തരം പറയുന്നത് ആരാണ്? ഇവ ബി പറയുന്നു, റയാൻ എ പറയുന്നു, അഞ്ചൽ കൃഷ്ണ ബി പറഞ്ഞു, ആൻഡ്രിയ ബി പറഞ്ഞു, ജലജ എ പറയുന്നു, കൃഷ്ണേന്ദു എ പറയുന്നു, വേദാമിത്ര ബി പറയുന്നു. എയും ബിയും തമ്മിലുള്ള തർക്കമാണ് അല്ലെ? നമ്മുടെ കമന്റിലുള്ള എയും ബിയും തമ്മിൽ മത്സരിക്കുകയാണ്. എ ബി ആരാണ് ശരി? അപ്പൊ നമുക്ക് വീണ്ടും പേർ ചെയ്യാം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു. ഇവരാരാണ്? ഇതിങ്ങനെ പോകുന്ന ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് അല്ലേ ഇത്? അതിനുശേഷം എന്താ അവരുടെ ഇത് വന്നു, അതിനുശേഷം ഇത് വന്നു. പിന്നെയും ആ ഒരു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വരുന്നു അല്ലെ? പിന്നെ ദാണ്ട് ഇവർ രണ്ടുമാണ് പേര്. അതിനുശേഷം എന്താ ഇത് വരുന്നു, ഇത് വരുന്നു, വീണ്ടും ഇത് വരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ ആര് വരണം? ഈ ഇങ്ങനെ മുകളിലോട്ടൊരു സാധനം വന്നാൽ കൂടെ ഇയാളും കൂടെ ഉണ്ട്. ഇത് വരണം. ക്ലിയർ ആണ്? ഇനി നമ്മൾ അടുത്ത പെയറിലേക്ക് പോവുകയാണ്. നമ്മുടെ ആന്റി ക്ലോക്ക് വൈസിന്റെ പെയറാണ്. അതാരൊക്കെയാണ്? ഇവർ രണ്ടുപേരുമാണ്. താഴോട്ടും ഇങ്ങോട്ടും, താഴോട്ടും ഈ സൈഡിലോട്ടും, താഴോട്ടും ഈ സൈഡും. അപ്പൊ ഇനി എനിക്ക് താഴോട്ടും വരയ്ക്കണം, ഈ സൈഡിലോട്ടും വരയ്ക്കണം. അപ്പൊ എന്റെ ഉത്തരം ഇതാണ്. ആദ്യം ഇത് ഈ സൈഡ്, പിന്നെ താഴെ, പിന്നെ ഈ സൈഡാണോ? അല്ല, ഇങ്ങോട്ട്, താഴോട്ട്, ഇപ്പുറത്തെ സൈഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എല്ലാവരും ചെക്ക് ചെയ്യുക. ഇവര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. രണ്ടെണ്ണം കഴിയുമ്പോൾ ഇവര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ വരച്ചു. ഇതാ ഇവരും അങ്ങനെ തന്നെയാണ്. ഇവർ രണ്ടുപേര് കഴിയുമ്പോൾ ഈ പെയറാണ് പിന്നുള്ള റിപ്പീറ്റ് ചെയ്യുന്ന പെയർ. അത് നമ്മൾ തപ്പിയെടുത്തു. നമുക്ക് ആൻസർ ഓപ്ഷൻ ഏതാണ് കിട്ടിയത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ പ്രാവശ്യം ഓപ്ഷൻ ബി എന്ന ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ആരായിരുന്നു? ക്ലിയർ അല്ലേ? ഇവയാണ് പറഞ്ഞത്. കൺഗ്രാറ്റ്സ് ഇവ. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഓരോ പ്രാവശ്യവും വ്യത്യസ്ത ആളുകളായിരുന്നു ടോപ്പ് 1-ൽ വന്നത്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. ഇതുവരെ ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും പാറ്റേൺ കംപ്ലീഷൻ മനസ്സിലായില്ലേ? പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ട് ചെയ്തു, സംഖ്യകൾ വെച്ചിട്ട് ചെയ്തു, സ്റ്റാറിൽ കണക്ഷൻ വന്നു, സർക്കിളിനുള്ളിൽ ഗുണിതം, ഹരണം അല്ലെ? പല രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു, ഫിഗേഴ്സ് വെച്ചിട്ട് കണ്ടു. അപ്പൊ എല്ലാവർക്കും പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.